എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് പജീറോ സ്പോട്ടോ പജീറോ SFXോ കിട്ടാനുണ്ടോയെന്ന്. അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി പജീറോ സ്പോട്ടോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് 4x2 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. 2015 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വാഹനമാണിത്. ഓൾ ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. ഒരു ഡോറോ ഡിക്കിയോ ബോണറ്റോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല. ഫുള്ള് കമ്പനി പെയിൻറ്റിൽ തന്നെയുള്ള വാഹനമാണ്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഒരു സൈഡിൽ നിന്ന് വണ്ടി ഒന്ന് പരിചയപ്പെട്ട് പോകാം, അതിൻ്റെ കൂടെ പെയിൻറ്റും ചെക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇത് ഒരു അടിപൊളി കളറാണ്, ഫാൻറ്റം ബ്ലൂ കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെക്ക് ചെയ്ത് തന്നെ പോകാം. ഈ വാഹനത്തിൽ ഒരിടത്തും റീപെയിൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് പോവുകയാണ്. എല്ലായിടത്തും ഒരേ വോളിയം തന്നെയാണ് വന്നിട്ടുള്ളത്. കമ്പനി പെയിൻറ്റ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. നമ്മളിപ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പെയിൻറ്റും കൂടെ ചെക്ക് ചെയ്ത് ഡോറും ചെക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് വിൻഷീൽഡ് ഒറിജിനലാണ്. ഇവിടുത്തെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല. കമ്പനി ഒറിജിനൽ പെയിൻറ് തന്നെയാണ് കിടക്കുന്നത്. ഡോർപാടൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലൊന്നും ചെളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇതിൻ്റെ ഈ ഭാഗത്തെ നല്ല കട്ടിയാണ്. ഇത് വലിച്ച പോലും വരികയില്ല. ഈ ഭാഗത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓൾ ഒറിജിനലായിട്ടുള്ള വണ്ടിയാണ്. നമുക്കിതിൻ്റെ പുറകത്തെ ഡോറിലേക്ക് പോവാം. വണ്ടി ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്യുക, അതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഒരു വർക്ക് പോലും വണ്ടിയിൽ പെൻഡിങ് ഇല്ല. അത്രയും അടിപൊളി വണ്ടിയാണ്. ഇതുപോലത്തെ ക്വാളിറ്റി വാഹനങ്ങൾ കിട്ടുക തന്നെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെയും പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്. ഡോർപാടുകളെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇൻറ്റീരിയറും എല്ലാം നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. അത് നമുക്ക് പുറകെ കാണിക്കാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പെയിൻറ്റ് എല്ലാം ഒറിജിനൽ തന്നെയാണ്. എല്ലാം ഒരേ വോളിയത്തിൽ തന്നെ ആണുള്ളത്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഇവിടുത്തേക്ക് ഈ ഫിനിഷിങ് കാണുമ്പോൾ അറിയാം, ഈ ബമ്പർ പോലും അഴിച്ചിട്ടില്ല. അത്രയും നല്ല ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം ഇരിക്കുന്നത്. ടൈൽ ലൈറ്റ് ഒന്നും ക്രാക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പുറകിലത്തെ ഗ്ലാസ് ഒറിജിനലാണ്. ഇനി നമുക്ക് ഡിക്കി തുറന്ന് കാണാം. ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പഞ്ചിങ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഒറിജിനൽ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഈ നട്ടുകളൊന്നും അങ്ങനെ അഴിച്ചതായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ ഭാഗവും സെയിം അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അകവശമൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ജാക്കിയും മറ്റു സാധനങ്ങളും ഒക്കെ വരുന്നതാണ്. സ്റ്റെപ്പിന് ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇതുണ്ട്, റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾ ഒറിജിനലായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ചിട്ട് ഡിക്കിയിലെ പെയിൻറ്റും ഒന്ന് നോക്കാം. ഈ ഭാഗത്തൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളൊക്കെ കയറിയിട്ടില്ല. ഒരേ വോളിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ഇതെല്ലാം ഒരേ വോളിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഗ്ലാസ്സുകളെല്ലാം ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ് കിടക്കുന്നത്. ഈ ഡോറിൻ്റെ അകത്തേക്ക് വന്നാലും ഇതിൻ്റെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് കിടക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ ഇത്രയും വൃത്തിക്ക് ഒരു പജീറോ സ്പോട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഡോറുകളിലൊന്നും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ രണ്ട് ഗ്ലാസ്സുകളും ഒറിജിനൽ തന്നെയാണ്. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് പോവാം. ഈ ഡോറിൻ്റെ ഉൾവശത്തെ പേസ്റ്റിംഗ് ഒന്നും പോയിട്ടില്ല. എല്ലാം ഒറിജിനൽ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഡോർപാടുകളും സ്വിച്ചുകളും ഒക്കെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഇതിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഡോറും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബോണറ്റിലേക്ക് വരാം. ഈ ഫെൻഡറിൻ്റെ ഈ ഭാഗത്തും റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒറിജിനൽ കമ്പനി പെയിൻ്റ് ആണ് കിടക്കുന്നത്. ബോണറ്റിലെങ്ങ് റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മളൊന്ന് അടിപൊളിയായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കുക. കമ്പനി ഒറിജിനൽ ഫാൻറ്റം ബ്ലൂ കളറിലുള്ള വണ്ടിയാണ്.
അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്കും ടയർ, നമ്മുടെ എഞ്ചിൻ റൂം അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് ബോണറ്റിൻ്റെ ഉൾവശം, എഞ്ചിൻ റൂം ഒക്കെ ഒന്ന് കാണാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് വണ്ടിയിൽ കിടക്കുന്നത്. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പുറത്തെ ഭാഗമൊക്കെ ക്ലീനാണ്. എൻജിൻ റൂം വളരെ വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല ഹൈലി മെയിൻറ്റൈൻഡ് വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. വേറെ നോർമൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മിത്സുബിഷിയുടെ അറിയാമല്ലോ, കിടിലൻ വണ്ടിയാണ് പജീറോ സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേന്. വണ്ടി നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ കാല് കൊടുത്താൽ പറന്ന് നിൽക്കും, അമ്മാതിരി ഒരു വണ്ടിയാണിത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇൻറ്റീരിയർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുന്നത്, വൃത്തികേടായിട്ട് ചെളിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വണ്ടി നല്ല ഹൈലി മെയിൻറ്റെയിൻഡ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ വണ്ടി ഇരിപ്പുണ്ട്. ലെതർ സീറ്റുകൾ കമ്പനിയിൽ വരുന്ന അതേ സീറ്റുകൾ തന്നെയാണ് ഇതിലുള്ളത്. ഈ സീറ്റുകളൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം, കാരണം ഇത്രയും ആയ വണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ഡാമേജ് ആയിട്ടൊന്നുമില്ല. ഒരു ചെളി പോലെ ചെറുത് ഇതിനകത്തൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്താൽ മതി. സ്വിച്ചുകളൊക്കെ വർക്കിംഗ് ആണ്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. 4x2. അപ്പോൾ ഇതിൻ്റെ ഡോർ പാടുകളും എല്ലാം നല്ല ക്ലീനാണ്. ഇനി പുറകിലത്തെ സീറ്റുകളിലേക്ക് വരാം. പുറകിലത്തെ സീറ്റിലേക്ക് വരുമ്പോൾ പുറകിലത്തെ സീറ്റിലും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ ലെതർ സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റൂഫിലേക്ക് വരുമ്പോൾ റൂഫ് നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ശക്കലം പോലും ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ റൂഫിലൊന്നും വന്നിട്ടില്ല. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. സിംഗിൾ ഹാൻഡ് ഡ്രിവൺ വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഏകദേശം 60% 4 ടയറുകളാണ്. ഗുഡിയറിൻ്റെ 4 ടയറുകളാണ് ഇതിൽ ഉള്ളത്. സ്റ്റെപ്പിനി നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ളാണ്. സ്റ്റെപ്പിനി ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു പുതിയ ടയറാണ് സ്റ്റെപ്പിനി ഇരിക്കുന്നത്. ഇത് 2015 ഒക്ടോബർ മാനുഫാക്ചറിങ്, ഒക്ടോബർ രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 4x2 ഓട്ടോമാറ്റിക് പജീറോ സ്പോട്ടാണ്. ഇതിൻ്റെ ഇൻഷുറൻസും ഒക്ടോബർ വരെ വാലിഡ് ആണ്. അപ്പോൾ ഒരു അടിപൊളി കളറിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഫാൻറ്റം ബ്ലൂ കളറ്. വണ്ടി ഓടിച്ചിട്ട് നല്ല പറന്ന് നിൽക്കും നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ പറയുമ്പോഴത്തേന്. അത്രയും നല്ല ഹൈ ക്വാളിറ്റി ഒരു വണ്ടിയാണ്. ഇങ്ങനത്തെ ക്ലീൻ പീസ് വണ്ടികൾ കിട്ടുക വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് അല്ല, ഇവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റേറ്റ് 8 ലക്ഷം രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഫിക്സ് റേറ്റ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക. അതുപോലെ ടൊയോട്ടയുടെ വാഹനങ്ങൾ ഇതുപോലുള്ള പജീറോ SFX പോലുള്ള വാഹനങ്ങൾ, XFX വളരെ ചുരുക്കമാണ് കിട്ടുന്നത്. ഏത് വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തി നമ്മൾ അത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക. അപ്പോൾ നല്ലൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.